അങ്ങനെ ദിയ കൃഷ്ണ പ്രസവിച്ചു. ഒരു കുഞ്ഞുണ്ടാവണം, അമ്മയാവണം എന്നൊക്കെ ആഗ്രഹമുള്ള സ്ത്രീകൾ പ്രസവിക്കും. അതിലിപ്പോൾ എന്താ അത്ര പ്രത്യേകത ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നൊരു വിഷയമായിട്ട് അത് മാറി എന്നുള്ളതാണ്. ആ വീഡിയോ യൂട്യൂബിൻ്റെ ട്രെൻഡിങ് ലിസ്റ്റിൽ വരുന്നു. അപ്പോൾ അതിൽ ചില ആൾക്കാരുടെ വിഷയം എന്ന് പറയുന്നത് കാശുണ്ടാക്കാൻ വേണ്ടി യൂട്യൂബിൽ ഈ വീഡിയോ ഒക്കെ ഇടുന്നു, ഇതൊക്കെ ഇങ്ങനെ പരസ്യമാക്കുന്നു, ആ ഫുൾ മേക്കപ്പിൽ പ്രസവത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു, ഇതൊക്കെ ഞങ്ങളെ കാണിക്കുന്നത് എന്തിനാ, ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോസും കൂടി കാണണമല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സങ്കടങ്ങൾ ഒരു സൈഡിൽ കുറേ ആൾക്കാർ കമൻസിലും അല്ലാതെ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വേറെ കുറച്ച് ആൾക്കാർ, അതും എസ്പെഷ്യലി ഞാൻ കൂടുതലും കണ്ടത് സ്ത്രീകൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഈ ഒരു പ്രസവ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു ചരിത്രപരമായ സംഭവമായിട്ട് വേണം നമ്മൾ നോക്കി കാണാൻ വേണ്ടിയിട്ട്. കാരണം ഒരു പെൺകുട്ടി പ്രസവിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പോസ്റ്റുകളിലൂടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ പ്രസവ ദിവസം എന്ന് പറയുന്നത് അവൾ മാത്രമാണ് ആ മുറിക്കകത്ത് ഉണ്ടാവുക, പ്രസവിക്കാൻ വേണ്ടിയിട്ടുള്ള മുറിയിലുണ്ടാവുക. ഭർത്താവ് ഉണ്ടാവില്ല, ബന്ധുക്കൾ ഉണ്ടാവില്ല, പെയിൻ മുഴുവൻ അനുഭവിക്കണം. ഒരു പക്ഷേ കൂടെയുള്ള നഴ്സുമാരൊക്കെ, അതും ഒരു സർക്കാർ ആശുപത്രിയൊക്കെ ആണെങ്കിൽ നഴ്സുമാരൊക്കെ വളരെ ക്രൂരമായി പെരുമാറിയിട്ടുള്ള ഓർമ്മകളും, പിന്നെ ഈ പ്രസവാനന്തരമുള്ള ബുദ്ധിമുട്ടുകൾ 6 മാസമൊക്കെ എടുത്തിട്ടുണ്ട് സ്വന്തം കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ എന്നുള്ള അനുഭവങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ പലരും പോസ്റ്റ് ചെയ്ത് കണ്ടു. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ചിരിച്ചുകൊണ്ട് ഇഷ്ടമുള്ള മേക്കപ്പിൽ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ചുറ്റും നിൽക്കുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസിൽ പ്രസവിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു സംഭവമാണ്. അതെല്ലാ പെൺകുട്ടികൾക്കും സാധിക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് സാധിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ എടുത്തു വെച്ചിട്ട് നൈസായിട്ട് മറ്റൊരു രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടേക്കാം. അത് വേറൊന്നുമല്ല, ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കൊപ്പം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസിൽ പ്രസവിക്കണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പ്രസവിക്കുന്നത് ശീലമാക്കൂ. അക്യുപങ്ക്ചർ നല്ലൊരു പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കണ്ടം വഴി തല്ലി ഓടിച്ചേക്കണം. മെഡിക്കൽ സയൻസ് ഇത്രയും വളർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ദിയയുടെ കേസിൽ നമ്മൾ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും പറഞ്ഞു കേട്ടില്ല. പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ലോണം നോക്കാൻ പറ്റുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലാണ് അവരുടെ പ്രസവം നടക്കുന്നത്. ഞാൻ ശരിക്കും ഈ വീഡിയോ ഇന്ന് ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. 2 ദിവസം മുമ്പ് ഞാനൊരു പ്രസവ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു പ്രസവ വീഡിയോ അല്ലെങ്കിൽ പ്രസവമായിട്ട് ബന്ധപ്പെട്ടുള്ള, സാധാരണ ഒരുപാട് ഇതുപോലത്തെ ഈ പ്രസവ വ്ളോഗുകളൊക്കെ വരാറുണ്ട്. ഏട്ടൻ അങ്ങനെ പറഞ്ഞു, ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു, അപ്പം ഞാൻ നേരെ അങ്ങോട്ട് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദാ നമ്മുടെ ഉണ്ണി വന്നു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കാണിക്കുക എന്ന് പറയുന്ന ഒരു പാറ്റേണാണ് സ്ഥിരം പരിപാടികളുള്ളത്. അപ്പം സ്ഥിരമായിട്ടുള്ള ഈ കുട്ടികളുണ്ടാവുന്ന അല്ലെങ്കിൽ പ്രസവം റിലേറ്റഡ് വ്ളോഗുകളൊക്കെ നമ്മളിങ്ങനെ പലതും ഇങ്ങനെ റീൽസായിട്ടും അല്ലെങ്കിൽ ഓടിച്ചു വിട്ടൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. ഞാൻ മുഴുവനായിട്ടിരുന്ന് കണ്ട ഒരു പ്രസവ വീഡിയോ എന്ന് പറയുന്നത് ബൂം ബാങ് എന്ന് പറയുന്ന ഒരു ക്രിയേറ്ററുണ്ട്. പുള്ളി ഫുഡാണ് മെയിനായിട്ട് ചെയ്യാറുള്ളത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി വളരെ ഇഷ്ടമാണ്. അത് മാത്രമല്ല ഈ ഭക്ഷണവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് സോഷ്യോ പൊളിറ്റിക്കൽ സയൻറ്റിഫിക് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെയും പുള്ളി വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ പന്നിയിറച്ചി കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്ന പന്നിയിറച്ചിയോട് വിരോധമുള്ള കമ്മ്യൂണിറ്റി, അത് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ മതി, പക്ഷേ അത് വലിയൊരു പ്രശ്നമാണ്, ലോകത്ത് ആരും കഴിക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ പരിപാടിയൊക്കെ പുള്ളി ഗംഭീരമായിട്ട് പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പച്ചക്കറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന നമ്മളെന്തോ സംഭവം എന്ന് പറയുന്നതിനെയൊക്കെ വളരെ രസമായിട്ട് എന്നാൽ സയൻറ്റിഫിക്കലി പുള്ളിയുടെ കൂടി എക്സ്പീരിയൻസ് കൂടി ചേർത്തുകൊണ്ട് പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു, അവർക്ക് ഇരട്ട കുട്ടികളായിരുന്നു. അപ്പോൾ ആ ഒരു പ്രസവ വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു വീഡിയോ ചെയ്യണം. കാരണം എനിക്ക് ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്ത കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഭാവിയിലേക്ക്, എൻ്റെ ആഗ്രഹങ്ങളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക് ചില കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് വെക്കാൻ ആ വീഡിയോ കാരണമായിട്ടുണ്ടായിരുന്നു. അതേപ്പോൾ ഇന്ത്യയിലല്ല, വിദേശത്താണുള്ളത്. അപ്പോൾ ഭാര്യയുടെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് ട്വിൻസ് ആണ്, അറിയാമല്ലോ. അപ്പോൾ അത്രയും വലിയ വയറൊക്കെയാണ്. എനിക്കത് കാണുന്നത് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും പുള്ളി വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ പ്രസവത്തിൻ്റെ വീഡിയോയിലേക്ക് വരുമ്പോൾ അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഈ ഭർത്താവ് തന്നെയാണ്, ഇദ്ദേഹം തന്നെയാണ് കൂടെയുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭർത്താവിന് പ്രസവ മുറിയിൽ കയറാം എന്നുള്ളതാണ്. പ്രസവം അദ്ദേഹം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ മറുപിള്ള എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ കുഞ്ഞുണ്ടായിരുന്ന സംഭവം അതൊക്കെ അവിടെ കൊടുക്കും, അവിടെ ഫാമിലിക്ക് കൊടുത്തുവിടും, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തന്നുവിടുമെന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ പ്രസവ മുറിയിൽ പ്രസവത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ, പാർട്ട്ണർ എന്ന് പറയുന്ന ഒരാൾ, ഒരു കമ്പാനിയൻ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഈ പ്രസവത്തിന് തയ്യാറെടുക്കുന്ന സ്ത്രീയെ സംബന്ധിച്ച് അത് കൊടുക്കുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ ഒപ്പം ഒരാളുണ്ട് എന്ന് പറയുന്ന ഒരു ഫീലുണ്ട്. നമ്മൾ പലപ്പോഴും ഈ പ്രസവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വ്ളോഗുകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ, മിക്കവാറും പെൺകുട്ടിയുടെ അമ്മയായിരിക്കും, പിന്നെ അവരുടെ പെങ്ങന്മാരോ ചേച്ചിമാരോ നാത്തുമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ സ്ത്രീകളായിരിക്കും, ഒരു സ്ത്രീമയമായിരിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു പ്രസവ മുറി കാണുമ്പോൾ അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, പക്ഷേ അവരോടൊപ്പം ഉണ്ടായിരുന്നത് മുഴുവൻ ഈ ഭർത്താവായിട്ടുള്ള ആളാണ്. അപ്പോൾ ഇദ്ദേഹം അവരുടെ ഓരോ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യുന്നത് കാണുമ്പോൾ അവരുടെ ഡ്രസ്സ് മാറ്റാനൊക്കെ വേണ്ടിയിട്ട് അത് അത്ര എളുപ്പമല്ല. ഇത്രയും വയറുണ്ട്, മാത്രമല്ല അവരുടെ ബാക്കി ഈ വൈറ്റൽസൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഓരോ കാര്യത്തിനും അയാളും കൂടി നിന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് രസമുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ അവരുടെ ഡ്രസ്സ് മാറുമ്പോഴുള്ള കുറേ സംഭാഷണമൊക്കെ ഉണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് എത്രമാത്രം കംഫർട്ടബിളായി
അവർ മാത്രമുള്ള ഒരു ഭാര്യയും ഭർത്താവും, വളരെ സ്നേഹത്തിൽ കഴിയുന്ന ഒരു ഭാര്യയും ഭർത്താവും, അവരുടെ ഒരു കംഫർട്ടബിൾ സ്പേസ് എന്ന് പറയുന്നത് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആ ബ്യൂട്ടി എനിക്ക് അവിടെ കാണാൻ പറ്റി. അങ്ങനെ ഒരു കമ്പാനിയൻ അവരോടൊപ്പമുള്ളതിൻ്റെ അവർക്ക് ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളുണ്ട്, അവരുടെ മുഖത്ത് കാണാം. പക്ഷേ ഇങ്ങനെ ഒരാൾ കൂടെയുള്ളത് അവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. 2, ആ ആശുപത്രിയിൽ ഞാനിപ്പോൾ ദിയയുടെയൊക്കെ വീഡിയോ കണ്ട സമയത്ത് ഇപ്പോൾ വൈറലായി നിൽക്കുന്നതുകൊണ്ട് ആ 1 മണിക്കൂർ വീഡിയോ ഫുള്ള് ഞാൻ കണ്ടു. എനിക്ക് ഓഡിയോ ഭയങ്കര പ്രശ്നമായിട്ട് തോന്നി. എന്തായാലും നിങ്ങളത് ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ഓഡിയോ റെക്കോർഡ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു സജഷൻ പറയുകയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവരൊരു വ്ളോഗിങ് ഫാമിലിയാണ്. എൻ്റയർ ഫാമിലി വ്ളോഗുകളും ഷോർട്സും പരിപാടിയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വലിയ വരുമാനമൊക്കെ ഉണ്ടാക്കുമ്പോൾ സൗണ്ടിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാമായിരുന്നു. ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊരു മഹാപരാധമൊന്നുമല്ല. അപ്പോൾ ഇവരുടെ ആ ഒരു വീഡിയോ ഞാൻ കാണുന്ന സമയത്ത്, ദിയയുടെയൊക്കെ ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അതിനകത്ത് ഈ ഡോക്ടേഴ്സ് വന്ന് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ഒരു ബർത്ത് സ്യൂട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പാക്കേജായിട്ട് അവർ എടുത്തിട്ടുള്ളതാണ്. അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനോട് ചോദിക്കും. പെയിൻ വരുമ്പോൾ ബാക്കി നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് ഒരു സാധാരണ രീതി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ബൂം ബാഗിൻ്റെ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡോക്ടർ വന്ന് ഓരോ കാര്യങ്ങളും പറയുകയാണ്. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ ഒപ്പിട്ട് കൊടുക്കുകയല്ല. ഓരോ ടേംസ് എന്തൊക്കെയാണ്, ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുക, അപ്പോൾ അതിന് നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർഡ് ആവേണ്ടത്, ഞങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർഡ് ആയിട്ടുള്ളത്, ഇത് എത്രത്തോളം റിസ്ക് ഉള്ളതാണ്, എന്നാൽ അതേസമയം ഈ റിസ്കിനെയൊക്കെ നമുക്ക് കൺട്രോളിൽ നിർത്താൻ പറ്റുമോ, അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചുമ്മാ ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു കൺസെൻറ്റ് ലെറ്റർ ചുമ്മാ സൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ഓരോന്നും വായിച്ച് കേൾപ്പിച്ച് മനസ്സിലാക്കിച്ച് ഇവരെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു വാക്കെന്ന് പറയുന്നത്, ഡോക്ടർമാർ നമുക്ക് കോൺഫിഡൻസ് തരും. നമ്മളെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ, ആ ഡോക്ടറെ നമ്മളെ തന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവർ നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു കോൺഫിഡൻസ് ഉണ്ട്. ശരി, നിങ്ങളിതൊക്കെ ചെയ്യൂ, ഞാനും വിശ്വസിച്ച് കൂടെ നിൽക്കാം, നിങ്ങൾ പറയുന്നത് ഞാൻ കൃത്യമായി ഫോളോ ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു പരസ്പര ധാരണയുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ സയൻറ്റിഫിക് ഹെൽപ്പിനെ യൂസ് ചെയ്യുക എന്നുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ അക്യുപങ്ക്ചർ ദുരന്തങ്ങളൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ അടക്കം ക്രൂരമായി ഇല്ലാതാക്കുമ്പോൾ, കേരളത്തിലെ ആരോഗ്യവകുപ്പ് ചുമ്മാ വായി നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റം ലോകത്തെമ്പാടും ഉണ്ട് എന്നുള്ളതും അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇത് ഒരു ആശുപത്രിയിൽ ഇങ്ങനെ ഒരു കാര്യം നിർബന്ധമാക്കുകയാണ്. ഒരു സ്റ്റാഫ് വന്ന് ഓപ്പറേഷന് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ഡെലിവറിക്ക് തയ്യാറെടുക്കുന്ന ആൾക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കണം, ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് മനസ്സിലാക്കിച്ച് കൊടുക്കണം എന്ന് പറയുന്നൊരു കാര്യം ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ആ വീഡിയോ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഒരു ബർത്ത് കാണുകയാണ് നമ്മളല്ലേ, ഒരു കുഞ്ഞുണ്ടാകുന്നത്. പക്ഷേ ഇവിടെ 2 കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നത്. ആദ്യം ഒരു കുഞ്ഞിനെ എടുക്കുന്നു. അപ്പോൾ അത് ലെഫ്റ്റ് നിന്നാണോ റൈറ്റ് നിന്നാണോ വന്നിട്ടുള്ളത്. അപ്പോൾ ആ കുഞ്ഞിന് അവരൊരു പേര് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത കുഞ്ഞ് വരുന്നു, അതിനൊരു പേരിടുന്നു. പിന്നെ ഈ കുഞ്ഞുങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ മറുപിള്ള അത് അവർ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കും. പുള്ളി അത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടി വന്നാൽ അത് ഫ്രീസ് ചെയ്ത് കുട്ടികളുടെ ചികിത്സാ ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ള, എനിക്ക് അതിൻ്റെ സയൻറ്റിഫിക് സൈഡൊന്നും അറിയില്ല കേട്ടോ. ഇനി അതല്ലാതെ തന്നെ അവർക്കത് വേറെ രീതിയിലും മാറ്റി വെക്കാവുന്നതാണ്. അപ്പം അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്, അത് കാണുന്നത്, ഇപ്പോൾ ആമ്പിള്ളേരെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ പെൺകുട്ടികളുടെ ശാരീരിക അവസ്ഥകളെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മളധികം കണ്ടിട്ടില്ല. ഇപ്പം ചോര കണ്ടാൽ പെട്ടെന്ന് തലകറങ്ങുന്ന ആമ്പിള്ളേർ കുറേ ഉണ്ടാകും. പക്ഷേ ചോര കണ്ടാൽ ഉടനെ തലകറങ്ങി വീഴുന്ന പെൺകുട്ടികൾ വളരെ കുറവായിരിക്കും. കാരണം അവർ വളരെ ചെറിയ പ്രായം മുതൽ, അവർ മെൻസസ് ആവുന്ന സമയം മുതൽ അവർ ഈ രക്തം കാണുന്നുണ്ട്. ഇപ്പോൾ ഈ രക്തം കാണുക എന്ന് പറയുന്നത് നമുക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. ഇപ്പോൾ എനിക്കൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി അതിൻ്റെ ഒരു ട്രാൻസിഷൻ ഉണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ 2 കുഞ്ഞുങ്ങൾ കിടന്ന ആ ഗർഭപാത്രത്തിലെ അറയാണ് അദ്ദേഹം കാണുന്നത്. അതിൽ ഒരുപാട് ബ്ലഡ് ഉണ്ട്. ഞാൻ ആ വീഡിയോ കാണുന്ന സമയത്തും ബ്ലഡ് ഉണ്ട്, സംഭവങ്ങളുണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് എന്താ പറയുക, ഒരു ആക്രമണം കഴിഞ്ഞ് ഒരാൾക്ക് അപകടം പറ്റി കിടക്കുക എന്ന് പറയുന്നത് പോലത്തെ അങ്ങനത്തെ അല്ല നമ്മൾ കാണുന്നത്. 2 കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയ അവരുടെ അമ്മയ്ക്ക് മുമ്പേ അവരെ പൊതിഞ്ഞു പിടിച്ചിട്ടുള്ളൊരു കവചത്തിനെയാണ് നമ്മൾ കാണുന്നത്. അതിന് വേറൊരു ഇമോഷണൽ തലമുണ്ട്. എനിക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ദാറ്റ് സംതിങ് എൽസ്. അതെന്നെ വല്ലാണ്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഓരോ കുഞ്ഞിനെയും എടുത്ത് അമ്മയെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അമ്മയുടെ മുഖം മാറുന്നു. ആദ്യത്തെ കുഞ്ഞിനെ കണ്ടു, രണ്ടാമത്തെ കുഞ്ഞിനെ കണ്ടു. ഞാൻ മുഴുവനായിട്ട് സ്പീഡ് കൂട്ടിയിടാതെ കണ്ട ആദ്യത്തെ പ്രസവ വീഡിയോ അതാണ്. ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ദിയാകൃഷ്ണ പ്രസവം പരിപാടികളിലേക്ക് വരുന്നതിന് മുമ്പ്, ഞാൻ റെസ്പെക്റ്റ് ഇല്ലാതെ പറയില്ല കേട്ടോ, പെട്ടെന്ന് ഈസി ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദിയാകൃഷ്ണയുടെ ഈ വീഡിയോയും പരിപാടിയൊക്കെ കാണുന്നതിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഡോക്ടറുണ്ട്. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഒരു അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് കെയറൊക്കെ കൊടുക്കുന്ന ഒരു ആശുപത്രിയാണ്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ രാവിലെ ചെല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഞാനപ്പോൾ ഇങ്ങനെ പുറത്തിരിക്കുക. അപ്പോൾ ഈ തൊട്ടടുത്തുള്ള മുറി എന്ന് പറയുന്നത് പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന മുറിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് ഒരുപാട് മുസ്ലിം സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അപ്പോൾ അവരിങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ കുറേ ആൾക്കാർ ചിലപ്പോൾ അകത്ത് പേഷ്യൻസ് ആയിട്ടൊക്കെ ഉണ്ടാകും. അവരൊക്കെ ഓരോരുത്തർ വരുമ്പോൾ പോകുമായിരിക്കും. അതിലൊരു 3-4 സ്ത്രീകൾ അവർ സംസാരിക്കുന്നില്ല, ആംഗ്യ ഭാഷയാണ്. അപ്പോൾ അവർക്ക് സംസാരശേഷി ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചപ്പുറം മാറിയിരിക്കുന്ന 2 പേര് സംസാരിക്കുമ്പോൾ അവർ ആംഗ്യ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പുറത്തൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളുണ്ട്. പുള്ളിക്ക് മീശയില്ല, താടിയൊക്കെ വെച്ചിട്ട് നമുക്ക് കാണുമ്പോൾ നല്ലൊരു മനുഷ്യൻ ഒന്നുമില്ല, അങ്ങനെ ഒരു സിമ്പിൾ മനുഷ്യൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പേര് ഞാൻ മറന്നുപോയി, ഫാസിലാണോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്.
അപ്പം ആ പേര് വിളിച്ചിട്ട് ആക്ച്വലി ഇത് ഫസ്റ്റ് കാണുന്നത് ഞാനാണ്, ഇവരാരുമല്ല, ഞാനാണ് ആദ്യം കാണുന്നത്. കാര്യം ആ മുറിയുടെ തൊട്ടടുത്തുള്ള ചെയറിലാണ് ഞാനിരുന്നത്. എന്തുകൊണ്ട് സംഭവിച്ചൊന്നും എനിക്കറിയില്ല. ഡോറ് തുറക്കുന്നു, ഒരു സിസ്റ്റർ ഒരു ഉന്തിക്കൊണ്ട് വരുന്നൊരു സാധനത്തിനകത്ത് അതിലൊരു കുഞ്ഞു പൊതി എന്ന് പറഞ്ഞത് ഇത്ര ഉണ്ടാവും. ആ പൊതിക്കകത്തുനിന്ന് ഒരു കുഞ്ഞു മുഖം, കണ്ണ് തുറന്നിട്ടില്ല, ഉറക്കമോ എന്താണ്, ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് കൊണ്ടുവരാം. ഞാനാണിത് ഫസ്റ്റ് കാണുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു കുഞ്ഞിനെ കാണുന്നത്. ഇപ്പോൾ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞുണ്ട് ഇച്ചു. അവനെ ഞാൻ എടുക്കുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ്. അവനെ ഫസ്റ്റ് ഇതുപോലെ അമ്മയൊക്കെയാണ് ഏറ്റുവാങ്ങുന്നത്. ഞാൻ അതിൻ്റെ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ റിയലായിട്ട് ഒരു കുഞ്ഞിനെ ഇങ്ങനെ പ്രസവവാടിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ആദ്യമായിട്ട് കാണാം. ഞാനിങ്ങനെ ഷോക്ക് അടിച്ചിരുന്ന് പോകാമെന്ന് പറയില്ലേ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇച്ചുവിനെ ഞാൻ കയ്യിലെടുക്കുന്നതിന് മുമ്പുള്ള ഞാനും അതിന് ശേഷമുള്ള ഞാനും രണ്ടാണ്. നിങ്ങളുടെ ലൈഫ് തന്നെ മാറിപ്പോകുന്നതാണ്. ഇപ്പോൾ ദിയ കൃഷ്ണയുടെയൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് ആ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ദിയ ഭയങ്കര പെയിനിൽ നിൽക്കുന്ന സമയത്ത് അഹാനയും സിസ്റ്റേഴ്സൊക്കെ കൂടി ഫേസിൽ കുറേ എക്സ്പ്രഷനൊക്കെ കാണിച്ചിട്ടുള്ളൊരു ഷോട്ട് അവർ ഇട്ടിട്ടുണ്ട്. നേരത്തെ എടുത്തു വെച്ച ഷോട്ട് എഡിറ്റിങ്ങിൽ അവിടെ പെട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ സഹോദരി അത്രയും പെയിനിൽ കിടക്കുന്ന സമയത്ത് അവർ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ക്ലിപ്പ് എടുക്കുമോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും, എന്തും സംഭവിച്ചേക്കാം. പല ആൾക്കാർ പല ആറ്റിറ്റ്യൂഡിലായിരിക്കും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ആ കുഞ്ഞ് ജനിച്ച് കഴിയുമുണ്ടല്ലോ, ഇവരെല്ലാവരുടെയും മുഖം മാറാണ്, എല്ലാവരുടെയും കണ്ണൊക്കെ നിറയുന്നു, വേറൊരു ഫീലിലേക്ക് വരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇച്ചുവിനെ അവനുണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ട്രെയിനിൽ വീട്ടിൽ വന്ന് കയറുന്നു. ആ കുഞ്ഞിനെ കണ്ട് അവനെ ഫസ്റ്റ് എൻ്റെ കയ്യിലെടുത്ത് വെച്ച് തരുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കുകയാണ്. കാര്യം ആ കുഞ്ഞ് നമ്മളെന്തെങ്കിലും പിടിച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവുക, എന്തെങ്കിലും പറ്റുമോ, ഇതൊന്നും നമുക്കറിയില്ലല്ലോ, ആദ്യമായിട്ട് എടുക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ടെൻഷനിൽ ആ കുഞ്ഞിനെ കൈ കിട്ടുന്ന ആ മൊമെൻ്റ് തൊട്ട് ഞാൻ ലോകം കാണുന്നത് തന്നെ മാറിപ്പോയെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ദിയ കൃഷ്ണയുടെ വീഡിയോയിലെ സമയത്തും ഈ കുഞ്ഞുണ്ടായതിന്, കുഞ്ഞ് ജനിക്കുന്നതിന് തൊട്ട് മുമ്പും അതിന് തൊട്ടടുത്തായിട്ടുള്ള ഇവരുടെ ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ ചേഞ്ചൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ ആശുപത്രിയിലിരിക്കുമ്പോഴും ഇതുപോലൊരു ട്രെയിൽ സിസ്റ്റർ ഒരു കുഞ്ഞിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്നു, പേര് വിളിക്കുന്നു. എന്നെ ഞെട്ടിച്ച, എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് പിടുത്തം കിട്ടിയില്ല. അതായത് നമ്മളിങ്ങനെ കരച്ചിൽ വന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുമല്ലോ, അങ്ങനെ ആയിപ്പോയത്. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി വന്നത്. ഒരു 10-16 പേരെങ്കിലും ഉണ്ടാവും. അവരെല്ലാവരും ഈ കുഞ്ഞിൻ്റെ ചുറ്റും നിന്നു. സ്ത്രീകളൊക്കെ, നേരത്തെ ഞാൻ പറഞ്ഞില്ല, ആംഗ്യ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ചേച്ചിയൊക്കെ അവിടെ വന്നിട്ട് അവർ കണ്ണ് നിറഞ്ഞിട്ട് അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ്. അതായത് നമുക്കിപ്പോൾ സന്തോഷം വന്നാൽ നമ്മൾ ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കരയും, നമ്മൾ വാഗുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയും. ഇവർ ആ എക്സ്പ്രഷൻസ് മുഴുവൻ ആംഗ്യ ഭാഷയിൽ കാണിക്കുകയാണ്. അപ്പോൾ ഇവരുടെ മുഖത്ത് മിന്നി പറയുന്ന ഭാഗങ്ങളുണ്ട്. ഞാൻ എല്ലാവരുടെയും മുഖം കാണാമല്ലോ, ഓരോന്നും കാണുമ്പോൾ ഓരോന്നും ഭയങ്കര ഡിഫറെൻറ്റാണ്. അതിലെനിക്ക് വേറെ തന്നെ ഒരു ഫീലായിട്ട് തോന്നിയത്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, പുള്ളിയുടെയാണ് ഈ കൊച്ച്. അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കിയിട്ട് ഇയാളിങ്ങനെ നിൽക്കുന്നു. കുഞ്ഞിനെ ആദ്യം ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയാണ് കയ്യിലെടുത്തത്. അത് കഴിഞ്ഞ് ഒരാളും കൂടി ഒന്ന് എടുത്തെന്ന് തോന്നുന്നു. അത് കഴിയുമ്പോഴേക്കും കുഞ്ഞിനെ അവർ കൊണ്ടുപോയി, കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവരികയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ഈ ചെറുപ്പക്കാരൻ കയ്യിൽ ഒരു ട്രെയിൽ കുറച്ച് മിഠായിയൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വന്നു. പുള്ളി അതെനിക്കിങ്ങനെ നീട്ടാം. ഞാനിങ്ങനെ, നമുക്കതൊന്നും അങ്ങനെ ശീലമുള്ള പരിപാടിയൊന്നും അല്ലല്ലോ. പിന്നെ എനിക്കൊരാൾ മിഠായി അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞ് മിഠായി വന്നിട്ട് എത്രയോ വർഷങ്ങളായി. അപ്പോൾ ഇതിങ്ങനെ മുന്നിൽ കൊണ്ടുവന്നു, കുറേ ഫോറിൻ മിഠായികളാണ്. ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഞാനിങ്ങനെ കൈ പിടിച്ചേക്കാണ്. ഐ ഫെൽറ്റ് ഡിഫറെൻറ്റ്. വേറെ തന്നെ ഒരു പരിപാടിയാണ്. അതിങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് അപ്പോൾ ഈ പുള്ളി ചിരിക്കുന്നുണ്ട്. ഞാൻ എടുക്കണോ വേണ്ടി ഒന്ന് ഡൗട്ട് അടിച്ച് വന്നപ്പോൾ ഇദ്ദേഹം ചിരിച്ചു. അത് കഴിഞ്ഞ് എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞ് പുള്ളി സോഫയിൽ പോയിരുന്നു. അവിടെ സോഫ ഇട്ടിട്ടുണ്ട്, സോഫയിൽ പോയിരുന്നു. പുള്ളി വീഡിയോ കോൾ ചെയ്യാണ്. അപ്പോൾ ഈ പുള്ളിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ സന്തോഷം ഇയാൾ അപ്പുറത്തുള്ള ആളെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക. ഇത് ഭയങ്കരമായിട്ട് എന്നെ അഫക്റ്റ് ചെയ്തൊരു സാധനമാണ്. ഒരു കുഞ്ഞ് വരുന്നു, ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലെ ഒരു വലിയ സെക്ഷൻ പെട്ടെന്നങ്ങ് മാറുകയാണ്. ഇമോഷൻസ് മറിയുന്നു എന്നൊക്കെ പറയുന്നത് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ആ സമയത്ത് ആലോചിച്ചുകൊണ്ടിരുന്നത്, ഈ ബന്ധുക്കൾക്ക് ഈ കുഞ്ഞ് ജനിക്കുന്ന ആ മൊമെൻറ്റ് അവിടെ ഉണ്ടാകാൻ പറ്റിയിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് കുറച്ച് പ്രായമുള്ളൊരു ചേച്ചിയായിരുന്നു നേരത്തെ പറഞ്ഞ സംസാരിക്കാൻ പറ്റാത്ത ചേച്ചിയൊക്കെ. പുള്ളിക്കാരി ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ എക്സൈറ്റ്മെൻറ്റ്, അത് അവർക്ക് കൊടുക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സന്തോഷം, അവർ എത്തിപ്പെടാൻ സാധ്യതയുള്ള അവരുടെ ഹാപ്പിനെസ്സിൻ്റെ ഒരു പീക്ക് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ആ ചെറുപ്പക്കാരൻ, അയാൾക്കിത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ആ കുഞ്ഞിൻ്റെ ജനനം അയാൾക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ വീഡിയോ എടുത്ത് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അത് അവരെയൊക്കെ എന്തുമാത്രം സന്തോഷിപ്പിക്കുമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു. ഇത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ദിയ കൃഷ്ണയുടെ വീഡിയോ കാണുന്നത്. അതായത് ബൂം ബാഗിൻ്റെ വീഡിയോ കാണുന്നു, ആശുപത്രിയിൽ പോയി ഈ കാഴ്ച കാണുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ടാണ് ദിയ കൃഷ്ണയുടെ വീഡിയോ കാണുന്നത്. അവിടെ ഇതിൽ കുറേ പ്രിവിലേജിൻ്റെ എലമെൻറ്റുകൾ വരുന്നുണ്ട്. അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്. മാത്രമല്ല അവർ ഇത്രയും പോപ്പുലറായിട്ടുള്ള ആളുകളാണ്. സ്വാഭാവികമായും ഹോസ്പിറ്റലുകാർ അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കും. ഒരു ബർത്ത് സ്യൂട്ടാണ് അവരെടുത്തിട്ടുള്ളത്. അത്തരം ഒരു ബർത്ത് സ്യൂട്ടിന് നല്ല റെൻറ്റ് വരും. അതുപോലെ തന്നെ അവിടെ വേണ്ടുന്ന സൗകര്യങ്ങളും അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ അങ്ങനെ ഒരു പ്രീമിയം ലെവലിലായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല അവർ കഞ്ഞിയും ചമ്മന്തി ചോദിച്ചപ്പോൾ ഇല്ലായിരുന്നു, പ്രത്യേകം ഉണ്ടായിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുന്നൊരു എക്സ്ട്രാ പ്രിവിലേജ് ഉണ്ട്. പക്ഷേ അതിനെ പ്രിവിലേജ് ആണെന്ന് മനസ്സിലാക്കുമ്പോഴും അത്തരം സൗകര്യങ്ങൾ
എന്തുകൊണ്ട് നമുക്ക് എല്ലാ ആശുപത്രികളിലേക്കും എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സുകളിൽ ഒന്നാണ് ജനനങ്ങൾ കൃത്യമാവുക, അവിടെ ഉണ്ടാകുന്ന അപാകതകൾ പരിഹരിക്കുക, അതുപോലെ പുതുതായി അമ്മമാരാവുന്നവരുടെ ആരോഗ്യം, അവരുടെ ശാരീരികാരോഗ്യം മാത്രമല്ല മാനസികാരോഗ്യത്തിന് കൂടി പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് ഇത്തരം മാറ്റങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾക്ക് കൂടി ഇവരുടെ പ്രിവിലേജിനെ നമ്മൾ പ്രിവിലേജായി ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴും ഇതൊക്കെ എല്ലാവർക്കും എന്തുകൊണ്ട് ലഭ്യമാവുന്നില്ല എന്നുള്ളൊരു ചോദ്യം വെക്കണം. 2, സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കമൻറ്റ് പരിപാടിയൊക്കെ ആയിരുന്നു, ഇത്രയും മേക്കപ്പ് ഇട്ടിട്ടൊക്കെയാണോ പ്രസവത്തിന് തയ്യാറെടുത്തിരിക്കുന്നതെന്നൊക്കെ. അവരുടെ ഒരു മൊമെൻ്റാണ്, അവരത് ഡോക്യുമെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഡോക്യുമെൻ്റ് ചെയ്യുന്ന വീഡിയോയിൽ അവരെങ്ങനെ ഇരിക്കണമെന്നുള്ളത് അവരുടെ ചോയ്സാണ്. അതിൽ നമ്മളാരും ചോദ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതുപോലെ തന്നെ എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് അവർ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നു, അതുപോലെ ഈ പറയുന്ന ദിയയുടെ മറ്റ് സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഇവരൊക്കെ വ്ളോഗ് ചെയ്യുന്നവരാണ്. അപ്പോൾ വ്ളോഗിലൊക്കെ ഉള്ളതുപോലെ തന്നെ മേക്കപ്പിൽ, കോസ്റ്റ്യൂംസിൽ ഒക്കെയാണ് അവരവിടെ വന്നിട്ടുള്ളത്. അപ്പം ഈ പ്രസവം എന്ന് പറയുന്നൊരു പ്രോസസ്സിനിടയിൽ അവിടെ വരുന്ന ആളുകൾ അവരുപയോഗിക്കുന്ന കെമിക്കൽസ്, അവരുപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഇതൊക്കെ എത്രത്തോളം സേഫ് ആണെന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. പിന്നെ ഇപ്പോൾ നല്ല പൈസ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ബ്രാൻഡുകളല്ല ഉദ്ദേശിക്കുന്നത്. ഇവർ ഈ ബ്രാൻഡ് പ്രൊമോഷനിൽ പല ബ്രാൻഡിൻ്റെ പേര് പറയാം, അവർ ഉപയോഗിക്കുന്നതൊക്കെ ചുമ്മാ തള്ളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വിശ്വസിക്കാനേ പറ്റാത്ത ഒരു വിഭാഗം ആളുകളായിട്ടാണ് എനിക്ക് ബ്യൂട്ടി വ്ളോഗേഴ്സിൽ പലരെയും ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെന്തായാലും ഉപയോഗിച്ചിട്ടുണ്ടാവുക ഇത്തരം സാഹചര്യങ്ങളിൽ സേഫായി ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രാൻഡ്സ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനൊരു ബർത്ത് സ്യൂട്ടിൽ ഇവർ ഡോക്ടേഴ്സിനോട് അവർ ചോദിച്ചിട്ടുണ്ടോ നമുക്ക് ഇന്ന ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഇന്ന സാധനം നമുക്ക് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കുഞ്ഞിൻ്റെ ജനനം എന്ന് പറയുന്നൊരു പ്രോസസ്സിൽ ഇവരാരും റിസ്ക് എടുക്കാൻ സാധ്യതയില്ല. പിന്നെ ഫിൽറ്ററാണ് മറ്റൊരു വിഷയം, അത് അവരുടെ ചോയ്സ് ആണെന്ന് വിചാരിച്ച് അങ്ങ് വിട്ടുകളേണ്ട കാര്യമുള്ളൂ. പക്ഷേ ആ ബർത്ത് സ്യൂട്ടിൽ അവരുടെ കുറച്ച് സമയം, അവർ ഭാര്യയും ഭർത്താവും ഒരുമിച്ചുള്ള സമയം, അത് കഴിഞ്ഞ് അവരുടെ റിലേറ്റീവ്സ് വരുമ്പോൾ ഉള്ളൊരു സമയം, അവിടെ അവർക്ക് റിലാക്സ് ആവാൻ കിട്ടുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കിട്ടേണ്ടതാണ് എന്ന് പറയുന്നൊരു ഫീലാണ്. ആ ദിയാകൃഷ്ണയുടെ എൻറ്റയർ വീഡിയോ കാണുമ്പോഴും എനിക്ക് അതിൻ്റെ അകത്തെ ഇമോഷണൽ കണക്റ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്കതിൽ ഫീൽ ചെയ്ത കാര്യം, എനിക്ക് സജസ്റ്റ് ചെയ്യാൻ തോന്നുന്ന കാര്യം, ബർത്ത് സ്യൂട്ടുകൾ ഇത്രയും എല്ലാം തികഞ്ഞ ബർത്ത് സ്യൂട്ടുകൾ ഉണ്ടാവണമെന്നില്ല. എല്ലാ ആശുപത്രികളിലും ബന്ധുക്കൾക്ക് മുഴുവൻ വട്ടം കയറി നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ ഏറ്റവും മിനിമം ആ കുഞ്ഞിൻ്റെ അച്ഛനാവുന്ന ആൾ, ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. സിമ്പിളാണെന്ന് തോന്നുമ്പോഴും അതിൻ്റെ ഉത്തരം അതിൻ്റെ ഒരു ഇമോഷണൽ ആംഗിളിൽ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഉണ്ടാവും. ഒരു പ്രസവം എന്ന് പറയുന്നത് ഒരു സ്ത്രീ അമ്മയാവുന്ന പ്രോസസ്സ് മാത്രമാണോ? ഒരു പുരുഷൻ അച്ഛനാവുക എന്ന് പറയുന്നൊരു പ്രോസസ്സും കൂടിയാണ്. അതിനകത്ത് ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് അതെന്താണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതിന് ശേഷമുള്ള ഒരു ഇമോഷണൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഒരു ഇൻ്റലക്ച്വൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതിനിവിടെ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ അതിനെന്ത് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ആ കുഞ്ഞിൻ്റെ ജനനം ആ അച്ഛനും കൂടി കാണേണ്ടതല്ലേ? അല്ലെങ്കിൽ ഭാര്യ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഒരു മുറിക്കകത്ത് കയറി വാതിലടയ്ക്കുന്നു, വയറ്റാട്ടി പോകുന്നു, പിന്നെ പ്രായമുള്ള സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നു, ചൂടുവെള്ളം കൊണ്ടുപോകുന്നു. ഇത്രയാണ് ഞാനും കണ്ടിട്ടുള്ളത്. പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളം കൊണ്ടുപോയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ സിനിമകളിലും കാണുന്നത്. പക്ഷേ അതിനകത്തൊരു പ്രോസസ്സുണ്ട്, അതിനകത്തൊരു പെയിനുണ്ട്, അതിനകത്ത് ഇൻവോൾവ് ആകുന്ന ഒരുപാട് ഇമോഷണൽ സാധനങ്ങളുണ്ട്. ഒരു പുരുഷൻ ഒരുപക്ഷെ അതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയേ ഇല്ലാത്ത കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലഡ് കാണുക എന്നുള്ളതും ഈ ഭയങ്കരമായിട്ടുള്ള പെയിൻ അനുഭവിക്കുക എന്ന് പറയുന്നതും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവർ മെൻസസ് ആവുന്നതിന് ശേഷം പല സമയങ്ങളിൽ നടക്കുന്നതായിരിക്കും. പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ച് നമുക്കത് ശീലമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആ കാര്യങ്ങളും കൂടി ചേരുന്നതാണ് ഒരു ജനനം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് നമ്മളെ കൂടുതൽ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് പ്രസവമുറിയിൽ പ്രവേശനം ഉണ്ടാവുക എന്നുള്ളത്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണോ അവർക്ക് ഭാര്യയോടൊപ്പം അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറോടൊപ്പം നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇപ്പോൾ ദിയാകൃഷ്ണയുടെ അമ്മയൊക്കെ വന്നിട്ടുള്ളത് പോലെ അമ്മയും പറ്റുകയാണെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാൾക്കും കൂടി അവിടെ കയറി നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു സഹായം കൊടുക്കാൻ, സഹായം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി എന്തെങ്കിലും ചെയ്യാനല്ല, സാരമില്ല മോളെ എന്ന് പറയുന്നൊരു വാക്ക് പറയാൻ അവിടെ ഒരാളുണ്ടാവുകയാണെങ്കിൽ അതൊരു വലിയ ചേഞ്ച് ആയിരിക്കും. കാരണം ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ഇതൊരു ചരിത്ര സംഭവമാണ്, ഇത് ഡോക്യുമെൻ്റ് ചെയ്ത് നമ്മളെല്ലാവരും സൂക്ഷിച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞു വന്ന എല്ലാ പോസ്റ്റുകളിലും കോമണായി എനിക്ക് കാണാൻ സാധിച്ചൊരു കാര്യം, പ്രസവമുറിയിൽ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അത്തരം കഠിനമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള സ്ത്രീകൾ അതിനെക്കുറിച്ച് പറയുന്നതാണ്. പണ്ട് ഞാൻ റെഡ് FM വർക്ക് ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഏത് ഹോസ്പിറ്റലാണെന്ന് ഞാൻ മറന്നുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വെള്ളത്തിൽ, ഞാൻ ഓർക്കുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും, പക്ഷേ വെള്ളത്തിൽ പ്രസവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. അപ്പം താരതമ്യേന വളരെയധികം പെയിൻ കുറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. ഇപ്പോൾ ഒരുപാട് പേരത് ഓപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പലതരം രീതികളുണ്ട്, പല രാജ്യങ്ങളിലുള്ള രീതികളുണ്ട്, അതിൽ സേഫായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ദിയയെ സംബന്ധിച്ച് അവർ പ്രിവിലേജ്ഡ് ആയിരുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ കോംപ്ലിക്കേഷൻസ് കുറവായിരുന്നു എന്നുള്ളതാണ്. പെയിൻ കുറയാനുള്ളൊരു ഇഞ്ചക്ഷൻ അവരെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് അതിന് 20,000 രൂപ ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ എന്തായാലും അതിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു
ഇത്രയും ഇമ്മൻസ് ആയിട്ടുള്ള പെയിനിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരാൾക്ക് അങ്ങനെയുള്ള ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നതിലാണെങ്കിലും ഫിനാൻഷ്യലി പിന്നെ ആസ് എ സപ്പോർട്ട് അതിന് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാവുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. പിന്നെ ഇവർക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നില്ല. ഒരു വലിയ ഭാഗ്യമാണ്. കാരണം പ്രസവമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞിൻ്റെ പൊസിഷൻ, കുഞ്ഞ് വരുമ്പോഴുള്ള കാര്യങ്ങൾ, ബ്ലീഡിങ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകളൊക്കെ ഇത് ആശുപത്രിയിലാണ് എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് സേഫായിട്ട് കാണാൻ പറ്റുന്നത്. അതൊന്നും ഇവിടെ സംഭവിച്ചില്ല എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം. എന്നും എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പക്ഷേ ബർത്ത് സ്യൂട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് മുഴുവനായിട്ട് എടുത്തില്ലെങ്കിലും ഭർത്താവ് കൂടി ഭാര്യയോടൊപ്പം പ്രസവമുറിയിൽ നിൽക്കുന്ന ഒരു കാര്യം, അതിനുള്ള സാധ്യതകളെക്കുറിച്ച് എല്ലാ ആശുപത്രികളിലും അത് ഒരു സ്വാഭാവിക കാര്യമാക്കി മാറ്റുന്നതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള പഠനങ്ങൾ ഉണ്ടാവട്ടെ. ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കുമൊക്കെ ട്രിപ്പ് പോകുന്ന ആരോഗ്യ വിദഗ്ധരും മന്ത്രിമാരും ആ ട്രിപ്പൊക്കെ ക്യാൻസൽ ചെയ്ത് കേരളത്തിൽ തന്നെ ഇതിന് സൗകര്യമൊരുക്കുന്ന മറ്റു ഹോസ്പിറ്റലുകൾ സന്ദർശിച്ചാൽ വളരെ നന്നായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പരിഗണിക്കുക. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ ഭയങ്കര കുറവാണ്. അല്ല, അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൈസ ഉള്ളവന് മാത്രമുള്ളതായിട്ട് മാറും. അതായത് പൈസ ഉള്ളവന് ഭർത്താവിനെ കേട്ടാൽ അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്ന ആശുപത്രികളുണ്ട്. പക്ഷേ അത് എല്ലാ ആശുപത്രിയിലും ഇല്ല. പിന്നെ പ്രസവം എന്ന് പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ പ്രസവം എന്ന് പറയുന്നത് ഇപ്പോൾ കാത്തു പ്രസവിക്കുന്ന സമയത്ത് അവർ ഇൻഷുറൻസ് ഒക്കെ മുൻകൂട്ടി എടുത്ത് വെച്ചിട്ടാണ് പ്രസവിച്ചത്. എന്നാലും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറുന്നുള്ളൂ. മാസം ഒരു 30,000-40,000 രൂപ സാലറിയുള്ള കൃത്യമായി പ്ലാൻ ചെയ്ത് പോകുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ പറയുന്നത് ഏറ്റവും മിനിമം ഇത്രയെങ്കിലും ഉള്ള ഒരാൾക്കാണ് ഇതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ പിന്നെ ഫാമിലിയിൽ ഇത്രയും പൈസയുള്ള ആൾക്കാർക്ക് ഉണ്ടാവണം. അതല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെ അല്ലാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അവർക്ക് കൂടി ഇത് ഇപ്പോൾ എന്താണെന്ന് അറിയാം, ഇപ്പം ദിയാകൃഷ്ണയുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ കണ്ടില്ല. ഇപ്പോൾ 5 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ മിനിമം ഒരു 20-30 ലക്ഷം പെൺകുട്ടികൾ എന്ന് പറയുന്നത് അവർ ഈ പറയുന്ന ഒരു ബർത്ത് സ്യൂട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശുപത്രിയോ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കത് ഉണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥയുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ അരക്ഷിതാവസ്ഥയെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. അപ്പോഴേ ഇങ്ങനൊരു വീഡിയോ കണ്ട് ഇത്തരം പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ, പക്ഷേ നമ്മുടെ നാട്ടിൽ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊന്നും നടക്കില്ല. ഇതൊരു ജസ്റ്റ് ഒരു വൈറൽ വീഡിയോ ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇതുപോലെ പൈസയുള്ള ബാക്കി ആളുകൾ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ പോകുമായിരിക്കും. പക്ഷേ ആ വീഡിയോ കണ്ട് എൻ്റെ അപ്പനും അമ്മയൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന പെൺപിള്ളേർക്ക് അത് കിട്ടില്ല. അതില്ലാത്ത പക്ഷം ഇതൊരു എലീറ്റ് ക്ലാസ്സിൻ്റെ ഷോ ഓഫ് ആയിട്ട് മാത്രം മാറും. എന്നുവെച്ചാൽ അവർ ഷോ ഓഫ് ചെയ്തതല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ മാത്രം ആയിപ്പോകുന്നത്. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആശുപത്രിയിലെ പ്രസവമാണ് കോമഡി ഏറ്റവും കൂടുതൽ ആൾക്കാരും പറയുന്നത്. മറ്റേ ഹെഡ് നേഴ്സൊക്കെ വന്ന് അടയും കിടക്കുക വെച്ചതെന്നൊക്കെ പറയും. സൗകര്യങ്ങളെല്ലാം ആശുപത്രിയിലും ഉണ്ടാവും. പക്ഷേ ആ സൗകര്യങ്ങൾ അവൈൽ ചെയ്യാൻ വരുന്ന ആളുകളോട്, പ്രത്യേകിച്ച് പ്രസവ വാർഡിലേക്ക് വരുന്ന പെൺകുട്ടികളോട് പിന്നീട് കുറേ വർഷക്കാലം അവരുടെ ഉള്ളിൽ ഒരു മെൻ്റൽ ട്രോമ തന്നെയായി മാറുന്ന രീതിയിൽ പെരുമാറുന്ന ആളുകൾ അവർ കുറച്ചും കൂടി ട്രെയിൻഡ് ആവട്ടെ, കുറച്ചും കൂടി മനുഷ്യപ്പറ്റുള്ള ആൾക്കാരാവട്ടെ. അവരിതൊക്കെ കണ്ട് പഴകിയതുകൊണ്ട് ആ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. പിന്നെ ഈ വേനയിലൊന്നും കാര്യമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പെറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ശരിയാവുമായിരിക്കും എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ആറ്റിറ്റ്യൂഡിനപ്പുറത്തേക്ക് പ്രസവിക്കാൻ വന്നിട്ടുള്ള ആളുകൾ അവരെന്നും പ്രസവിക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ ഒരു മയത്തിൽ ഒരു 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 കുറച്ചും കൂടി സ്നേഹം, നമ്മൾ വേദനിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യം സാരമില്ലടോ ഒക്കെ ശരിയാവും എന്ന് പറയുന്ന ഒരാളെയാണ്. അത്തരം ഒരു സാമീപ്യമാണ്. അത് നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പക്ഷേ കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വലിയ സഹായമായിരിക്കും. അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫ് ആളുകളാണെങ്കിലും കുറച്ച് സ്നേഹത്തിൽ നല്ല മയത്തിലൊക്കെ പെരുമാറുന്ന ആളുകളാണെങ്കിൽ അതൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കും. ഒരു പക്ഷേ വളരെ വലിയ ചേഞ്ച്. കുട്ടികളെ ഈ പുതിയ അമ്മമാർ നോക്കിക്കാണുന്ന രീതിയിൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അതിന് സാധിച്ചേക്കും.